ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെക്കുറിച്ചല്ല. മാത്രമല്ല ഇതൊരു റൂമറുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് ഡസ് ബുക്കിംഗ്ഹാം. അദ്ദേഹം നിലവിൽ ഒരു ഫ്രീ ഏജൻ്റാണ്, അല്ലെങ്കിൽ ഒരു ക്ലബ്ബുമായിട്ടും അദ്ദേഹത്തിന് കരാർ ഇല്ല എന്നത് അടിസ്ഥാനമാക്കി വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് തീർച്ചയായിട്ടും ഡസ് ബുക്കിംഗ്ഹാം എന്നുള്ളത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു തരത്തിലേക്ക് ചിന്തിക്കുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും മിക്കായിൽ സ്റ്റെഹ്റ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനെയും സഹപരിശീലകനായിട്ടുള്ള വെസ്ട്രോമിനെയും അതുപോലെ തന്നെ മറ്റൊരു പരിശീലകനായിട്ടുള്ള ഫെഡറിക്കോനെയും പുറത്താക്കിയ സ്ഥിതിക്ക് ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും പുതിയൊരു പരിശീലകൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയായിരിക്കും ടീമിലെത്തിക്കുക എന്ന് നമുക്ക് അറിയില്ല. എങ്കിൽ പോലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ബ്ലാസ്റ്റേഴ്സിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡസ് ബുക്കിംഗ്ഹാം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ആരെയായിരിക്കും പരിഗണിക്കുക എന്നുള്ളതിന് വേണ്ടി. ഇവിടെ അവസാനിപ്പിക്കുകയാണ്.